വകാന ഫിൽ മദീനത്തി തിസ്അത റഹത്തിൻ യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ. പട്ടണത്തിൽ നാശം വിതച്ചിരുന്ന 9 ആളുകൾ ആരൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. വകാന ഫിൽ മദീനത്തി, ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു, തിസ്അതു റഹത്തിൻ, 9 ഗ്യാങ്ങുകൾ, 9 സംഘം ആളുകൾ, 9 ആളുകൾ, യുഫ്സിദൂന ഫിൽ അർളി, അവര് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയായിരുന്നു, വലാ യുസ്ലിഹൂൻ, ഇസ്ലാഹല്ല അവർ ചെയ്തിരുന്നത്, നന്മ കൊണ്ടുവരികയല്ല അവർ ചെയ്തിരുന്നത്. അപ്പൊ ഖുർആൻ ചരിത്രപരമായിട്ട് അല്ലെങ്കിൽ ജോഗ്രഫിക്കലായിട്ട് അല്ലെങ്കിൽ ബയോളജിക്കലായിട്ട് വായിച്ചിട്ടില്ലെങ്കിൽ ഈ തിസ്അതു റഹത്ത് ആരാണ് എന്ന് എങ്ങനെ കിട്ടും എന്നാണ് ഖുർആനിന്റെ ഇവരുടെ ചോദ്യം. ചരിത്രപരമായിട്ട് വായിച്ചാൽ തന്നെ ഈ തിസ്അതു റഹത്ത് ആരാണെന്ന് അവർക്ക് വ്യക്തമായിട്ട് വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല. അത് വേറെ കാര്യം. മദീനത്ത് എന്താണ് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഖറിയത്തും മദീനത്തും മനസ്സിലാക്കിയെങ്കിലേ ഇത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. എന്താണ് മദീനത്തെന്നും എന്താണ് ഖറിയത്ത് എന്നത്. ഖറിയത്ത് എന്ന് പറഞ്ഞാൽ മുതഹജ്ജിറായ ബുദ്ധികൾ, അതായത് കല്ലായി തീർന്ന മനുഷ്യന്റെ ബുദ്ധിയാണ് ഖറിയത്ത്. പ്രാപഞ്ചികമായ യാഥാർത്ഥ്യങ്ങൾ, നിയമങ്ങൾക്കനുസരിച്ച് ആ ബുദ്ധി പോകാൻ തയ്യാറല്ല, അതാണ് ഖറിയത്ത്. അതിനെതിരായിരിക്കും അവര് എപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ പ്രാപഞ്ചിക നിയമങ്ങളോ നിയമവ്യവസ്ഥിതികളോ അതിനനുകൂലമായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പോവുകയും ചെയ്യാൻ തയ്യാറാകാതെ ഉറച്ചുപോയ മനസ്സ്, ഉറച്ചുപോയ ബുദ്ധി, അതാണ് ഖറിയത്ത് എന്ന് പറയുന്നത്. ആ ഖറിയത്തിലേക്കാണ് അള്ളാഹു ദൂതന്മാരെ അയക്കാറുള്ളത് എന്ന് നാം വിശദീകരിച്ചതാണ്. അതാണ് എത്രയെത്ര ഗ്രാമങ്ങളിൽ വൈമിൻ ഖറിയത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ എന്നൊക്കെ പറഞ്ഞതാണ്. നദീർ കഴിഞ്ഞു പോകാത്ത ഒരു ഖറിയത്തുമില്ല എന്ന് പറയുന്നത് അതാണ്. അതാണ് ഖറിയത്തിലേക്ക് മുന്നറിയിപ്പുകാരെ അയക്കുന്നത്. അതാണ് ഈ ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് മക്ക ഉമ്മുൽ ഖുറ ഞാൻ വിശദീകരിച്ച് തന്നിട്ടില്ല. ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞാല് മക്കയല്ല, ഇന്ന് കാണുന്ന മക്ക അല്ലെങ്കിൽ സൗദിയ എന്ന് പറയുന്ന രാജ്യത്തേക്കല്ല. താങ്കളെ ഞാൻ അയച്ചിരിക്കുന്നത് ഉമ്മുൽ ഖുറയിലേക്കാണ്. തുന്തിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഉമ്മുൽ ഖുറയിലുള്ള ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാനും അതിന്റെ ചുറ്റുഭാഗത്തുള്ള ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുമാണ് താങ്കളെ ഞാൻ നിയോഗിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ പറയുന്നു. അങ്ങനെ ചരിത്രപരമായിട്ട് വായിക്കുകയാണെങ്കിൽ ഈ ഖുർആനിന്റെ പ്രസക്തി മക്കയും മക്കയുടെ ചുറ്റുപാടുള്ള ആളുകൾക്ക് മാത്രമേ ഇത് പ്രസക്തമാകുള്ളൂ. കാരണം ഈ തുന്തിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹു ഉള്ളൂ. അതിനപ്പുറത്ത് പിന്നെ ഈ ഹൗലഹുവിനെ വിശദീകരിച്ച് ലോകം മുഴുവനാണെന്ന് പറയലാണ് വരും. മക്കയും മക്കൾക്ക് ചുറ്റും എന്ന് വിശദീകരിച്ച ഈ ഹൗലിനെ കണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ച് ഈ ഖുർആൻ ലോകം മുഴുവനുള്ള ആളുകൾക്കാണ് എന്ന് പറഞ്ഞ് പിന്നെ വിശദീകരിച്ച് കൊണ്ടുവരലാണ്. നേരെ മറിച്ച് നമ്മൾ പറയുന്നത് അങ്ങനെയല്ല. ഉമ്മുൽ ഖുറ എന്ന് പറയുന്നത് മുതഹജ്ജിറായി തീർന്ന, കല്ലായി തീർന്ന മനുഷ്യന്റെ ബുദ്ധി, ചിന്ത, അവന്റെ മനസ്സ് പ്രകൃതി നിയമങ്ങൾക്കോ പ്രകൃതിയുടെ തബീഅത്തിന്റെ നിലാമിനോ പ്രകൃതിദത്തമായ വ്യവസ്ഥിതിക്കോ അനുകൂലമായിട്ട് തന്റെ ചിന്തയെയും ബുദ്ധിയെയും പഠനത്തെയും കൊണ്ടുപോകാൻ തയ്യാറല്ലാതെ അതിന് വിപരീതമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളെയാണ് ഈ അഹ്ലുൽ ഖുറ എന്നതുകൊണ്ട് അല്ലെങ്കിൽ ഉമ്മുൽ ഖുറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്കാണ് ഈ ആശയം കൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കേണ്ടത്. അതാണ് ഖുർആൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ ഖറിയത്ത് എന്ന് പറയുന്നത് അതാണ്. മദീനത്ത് എന്ന് പറയുന്നത് അറിവിന്റെ, ജ്ഞാനത്തിന്റെ തലത്തിലേക്ക്, അറിവിന്റെ പട്ടണത്തിലേക്ക്, മദീനത്തുൽ ഇൽമിലേക്ക്, അറിവിന്റെ മദീനത്തിലേക്ക് മനുഷ്യന്റെ ബുദ്ധി എത്തിച്ചേർന്ന ആളുകൾ ആരൊക്കെയുണ്ടോ അതാണ് മദീനത്തുൽ ഇൽമ് എന്ന് പറയുന്നത്. ഇപ്പൊ മദീനത്തുൽ ഇൽമും അറബിക് കോളേജ് എന്ന് പേരിടാം നമുക്ക്. പക്ഷെ അള്ളാഹ്ക്ക് മദീന എന്ന് പറഞ്ഞാൽ അത് ടൗൺ തന്നെ ആകാൻ പാടുള്ളൂ. അത് മനുഷ്യന്റെ ബുദ്ധിയാകാൻ പാടില്ല, മനുഷ്യന്റെ അറിവിന്റെ മേഖലയാകാൻ പാടില്ല. അതാണ് ഇവരുടെ വാശി. ഇപ്പൊ മദീനത്തുൽ ഉലൂം അറബിക് കോളേജ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളേജ് ഉണ്ട് നമ്മുടെ പുളിക്കൽ. അത് അറിവിന്റെ മദീനയാണ്. എന്നപോലെ തന്നെ ഖുർആൻ ഉദ്ദേശിക്കുന്നത് മദീന എന്ന് പറയുന്നത് അറിവിന്റെ മേഖലയാണ്, അറിവിന്റെ മദീനയാണ്. ഈ അറിവിന്റെ മദീനയിലാണ് ഈ 8 ആളുകൾ അത് എന്റെ നാശത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. തിസ്അതു റഹത്ത്. ഈ റഹത്ത് എന്നുള്ളതിനെ തന്നെ തിരിച്ചു വായിച്ച തഹറ എന്നാണ് കിട്ടുക. അതായത് മനസ്സിന്റെ പരിശുദ്ധിയാണ് തഹറ എന്ന് കൊണ്ടുപോകുന്നത്. തഹൂർ ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ എന്ന് പറയുന്നതാണ്. റഹത്തിനെ നിങ്ങളൊന്ന് തിരിച്ചിട്ട് വായിച്ചു നോക്കുകയാണെങ്കിൽ തഹറ എന്നാ കിട്ടും. എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ അഴുക്കിന്റെ അവസ്ഥയാണത്. മനസ്സ് മലീമസമായ അവസ്ഥയാണ്. തഹൂറിലേക്ക് മനുഷ്യ മനസ്സ് പരിശുദ്ധമായ അല്ലെങ്കിൽ മനുഷ്യന്റെ ചിന്ത പരിശുദ്ധമായ അവസ്ഥയിലേക്ക് വരാത്ത അതാണ് ഈ തിസ്അതു റഹത്ത് എന്ന് പറയുന്നത്.